പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അധ്യായം 9-ാമത്തേതാണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗത്തിൽ തന്നെ 3-ാമത്തെ അധ്യായമായിട്ടുള്ള രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന് പറയുന്ന ഭാഗമാണ്. കൺട്രി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നമ്മൾ ഇതിനു മുൻപ് 2 അധ്യായങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് നോക്കി. ഒന്ന് നമുക്കായി നാം തന്നെ എന്ന് പറയുന്ന, ഓക്കെ, നമ്മൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടിങ്ങാണ്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടാക്കുക. ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ആ നിയമ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്കായി നാം തന്നെ എന്ന് പറയുന്ന ഭാഗത്തിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കിയത്, നമുക്ക് ആ ഒരു ഭരണകൂടം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ്, ഒരു ഇന്ത്യൻ പൗരൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതല്ലെങ്കിൽ ഭരണഘടന എന്നുള്ളത് നമ്മൾ നോക്കി. ആ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കാതലായിട്ട് നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ആദ്യകാലങ്ങളിൽ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നും പിൽക്കാലഘട്ടത്തിൽ അത് 1 കുറച്ച് 6 ആയി എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്നുള്ളതാണ്. അതിൽ പറയുന്നത് എങ്ങനെയാവണം ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്താണെന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, ഈ ഒരു രാഷ്ട്രം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച പണ്ഡിതൻ ആരാണ് എന്നുള്ളത്. അപ്പോൾ നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്നതാണ് ആ വ്യക്തി. ദെൻ ഗ്രീക്കുകാർ രാഷ്ട്രം എന്നതിന് പോളിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, രാജ്യം നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രി, സ്റ്റേറ്റ് എന്നുള്ള പദത്തിന് പകരമായിട്ട് പോളിസ്. ഓക്കെ, അത് നമുക്കറിയാം. പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് പോളിസ് എന്ന് പറയുന്ന പദമാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിന് ഇൻട്രൊഡക്ടറി പാർട്ടിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നാണ്. മാത്രമല്ല ഗ്രീക്കുകാർ ഈ രാഷ്ട്രത്തിനെ സൂചിപ്പിച്ചിരുന്നത് പോളിസ് എന്ന പദം കൊണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, രാഷ്ട്രം എന്നാൽ എന്താണ് എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും പല വീക്ഷണങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ പല ആളുകളും പല അഭിപ്രായം പറയും. ഇപ്പോൾ ഇവിടെ രാഷ്ട്രം എന്ന് പറയുന്നതിന് ഗാർണർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പറയുന്നുണ്ട്, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാര ഗവൺമെൻറ്റോട് കൂടിയതുമായിട്ടുള്ള ഒരു ജനതയാണ് ഇവിടെ രാഷ്ട്രം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ രാഷ്ട്രം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഭൂ അതിർത്തിയാണ്. ഓക്കെ, എന്തുണ്ടാവും, ഇപ്പോൾ നമ്മളിങ്ങനെ കിഴക്ക് ഇന്ന ഭാഗം, പടിഞ്ഞാറ് ഇന്ന ഭാഗം, തെക്ക് ഇന്ന ഭാഗം, വടക്ക് ഇന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു അതിർത്തിയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. കാരണം പറയുന്നുണ്ട്, ഒരു നിശ്ചിത ഭൂപ്രദേശം വേണം. എന്താണ്, ഒരു അതിരിയോട് കൂടിയിട്ടുള്ള ഒരു ഭൂപ്രദേശം അവിടെ വേണം. മാത്രമല്ല വെറും ഒരു ഭൂപ്രദേശം ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ എന്ത് വേണം, സ്ഥിരമായി അധിവസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ വേണം. ഓക്കെ, അതല്ലെങ്കിൽ നാടോടികളെ പോലെ മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഉതിർന്നു പോകുന്ന മേച്ചിൽപ്പുറങ്ങൾ തേടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ജനങ്ങളാവരുത്. സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു ജനത അവിടെ വേണം. മാത്രമല്ല ആ ജനതയ്ക്ക് എന്ത് വേണം, ഒരു പരമാധികാരത്തോടു കൂടിയിട്ടുള്ള ഗവൺമെൻറ് വേണം. ചിലപ്പോൾ എന്തുണ്ടാവും, അവിടെ ഒരു രാഷ്ട്രം ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം ഉണ്ടാവും, ജനങ്ങളുണ്ടാവും. പക്ഷേ ആ ജനങ്ങൾ എന്തുണ്ടാവും, രാജാധികാരത്തിന് കീഴിലോ അതല്ലെങ്കിൽ പട്ടാളത്തിന് കീഴിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓട്ടോക്രാറ്റിക്കിൻ്റെ കീഴിലോ ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റില്ല, രാഷ്ട്രം എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് പരമാധികാരമാണ്. പരമാധികാരമാണ് നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ടി അവകളാൽ തന്നെ ഉണ്ടാക്കുന്ന നിയമ സംഹിതകൾ, അങ്ങനത്തെയായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഗാർണർ രാഷ്ട്രം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ രാഷ്ട്രത്തിനെ കുറിച്ച് ഗാർണറുടെ സിദ്ധാന്തപ്രകാരം നമ്മൾ പറഞ്ഞാലും നമ്മളതിൽ എടുത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു രാഷ്ട്രമാവണമെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ സെൻറ്റൻസിൽ തന്നെയാണ്, ഗാർണർ പറഞ്ഞ ആ സെൻറ്റൻസിൽ തന്നെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. അവിടെ ജനങ്ങൾ വേണം, സർക്കാർ വേണം, ഭൂപ്രദേശം വേണം, പരമാധികാരം വേണം. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുള്ളത് എന്ത് ചെയ്യും, നമുക്കൊരു പദസൂര്യൻ തരും, അതിൽ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ തരും. എന്നിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്ന്, ജനങ്ങളോ സർക്കാരോ ഭൂപ്രദേശമോ പരമാധികാരമോ ഏതെങ്കിലും ഒന്ന് തരണം, ബാക്കി 3 നമ്മൾ എഴുതേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കാണാറുണ്ട്. ഇനി അങ്ങനെ ഘടകങ്ങൾ മാത്രം പറഞ്ഞ് നിർത്തില്ല. ചിലപ്പോൾ എക്സാമിൽ എന്തുണ്ടാവും, രാഷ്ട്രം എന്നാൽ എന്താണ് എന്നും അതിൻ്റെ പ്രത്യേക ഘടകങ്ങൾ എന്താണ് എന്നും
ആ ഓരോ ഘടകങ്ങളും നമുക്ക് വിശദമാക്കി എഴുതാനും ചിലപ്പോൾ വരാറുണ്ട് കേട്ടോ. ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ച് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ഘടകങ്ങളും എന്താണ് എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് അവിടെ തരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് ജനങ്ങൾ. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ഒരു മതത്തിൽപ്പെട്ടവരോ ഒരേ ഭാഷ സംസാരിക്കുന്നവരോ ആവണമെന്നില്ല, വൈവിധ്യങ്ങൾ നിറഞ്ഞതാവാം. ഓക്കെ, അപ്പോൾ വൈവിധ്യങ്ങൾ നിറഞ്ഞ പലതരം ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യത്തിൽ അകപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ ജനങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച അതിൽ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ അതെങ്ങനെ പേപ്പറിലേക്ക് എഴുതാം. അപ്പോൾ നമ്മളെ നാടൻ ഭാഷകളിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാകും, അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ഭൂപ്രദേശം. കൃത്യമായ ഒരു ഭൂപ്രദേശം ഒരു രാജ്യത്തിന് ആവശ്യമാണ്. ആ പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങൾ ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, അവ നടപ്പിലാക്കുക, ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുക എന്നിവകളാണ് സർക്കാരിൻ്റെ ചുമതലകൾ. മാത്രമല്ല ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാനും ഓരോ രാജ്യത്തിനും പരമോന്നത അധികാരം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൽ വരുന്ന മറ്റൊന്നാണ് പരമാധികാരം എന്ന് പറയുന്നത്. പരമാധികാരം എന്ന് പറയുമ്പോൾ അതിൽ 2 ഭാഗമാണുള്ളത്. ഒന്ന് ആഭ്യന്തര തലത്തിലും പരമാധികാരമുണ്ട്, രണ്ടാമത്തേത് ബാഹ്യ തലത്തിലും പരമാധികാരമുണ്ട്. അതിൽ ആഭ്യന്തര തലം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവിനെയാണ് ആഭ്യന്തര പരമാധികാര കഴിവ് എന്ന് പറയുന്നത്. ദെൻ ബാഹ്യതലം എന്ന് പറയുമ്പോൾ അന്തർദേശീയ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ നിലപാടുകൾ എടുക്കാനുള്ള അധികാരത്തെയാണ്. ഓക്കെ, രാജ്യത്തിൻ്റെ ഉള്ളിലാവുമ്പോൾ എന്തുണ്ടാവും, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്, അതവിടെ നടപ്പിലാക്കുന്നുണ്ട്. ബാഹ്യതലം എന്ന് പറയുമ്പോൾ നടപ്പിലാക്കാൻ അധികാരമല്ല, നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ, അതാണ് ബാഹ്യതലവും ആഭ്യന്തര തലവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് രാഷ്ട്രം എന്താണ് എന്നുള്ളതാണ്. രാഷ്ട്രത്തിന് പ്രധാനമായിട്ടും 4 ഘടകങ്ങളുണ്ട്. 1 ജനങ്ങളാണ്, 2 സർക്കാരാണ്, 3 ഭൂപ്രദേശമാണ്, 4 പരമാധികാരമാണ്. അപ്പോൾ ഇതിൽ ഈ 4 കാറ്റഗറിയും എന്താണ് എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ വരുന്ന അടുത്ത ഒരു മെയിൻ ടോപ്പിക്കാണ് ഒരു രാജ്യത്തിൻ്റെ ചുമതലകൾ, അതല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും രാഷ്ട്രത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് 2 വിധത്തിലാണ്. ഒന്ന് നിർബന്ധമായിട്ടും ഒരു രാജ്യം അവിടുത്തെ പൗരന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ രാജ്യത്തിന് നൽകേണ്ട കാര്യങ്ങളാണ് നിർബന്ധിതം. മറ്റേത് എന്തുണ്ടാവും, വിവേചനപരമായിട്ടുള്ള അധികാരമാണ്. അത് നിർബന്ധിതമല്ല. ഓക്കെ, എന്താണ്, കഴിവുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിലവിലുള്ള സർക്കാരിന് അതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് നിർബന്ധിതമാണ് എന്ന് പറഞ്ഞു. നിർബന്ധിതത്തിൽ വരുന്ന എന്തൊക്കെയാണ്, അതിർത്തി സംരക്ഷണമുണ്ട്, ക്രമസമാധാനമുണ്ട്, നീതി, രാജ്യത്തിനകത്ത് നീതി നടപ്പിലാക്കേണ്ടതുണ്ട്, പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കലാണ്. ഇതെന്താണ്, ഒരു പൗരൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു രാഷ്ട്രം എന്താണ് നിർബന്ധമായിട്ടും പൗരന് നൽകേണ്ട ചുമതലയാണ്. ഇനി എന്താണ് നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം, ഗതാഗത സൗകര്യം, വികസനം, ഇവകൾ എന്താണ്, അത് ആ രാഷ്ട്രത്തിൻ്റെ വിവേചനപരമായ അധികാരമാണ്. അത് അവർക്ക് കഴിവുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ളതാണ്. ഓക്കെ, രാഷ്ട്രം എല്ലായ്പ്പോഴും ശ്രദ്ധയോടെ ചെയ്യേണ്ട അധികാരമാണ് നിർബന്ധിത ചുമതല എന്ന് പറയുന്നത്. എന്നാൽ നിർബന്ധിത ചുമതലകളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയാൽ എന്തുണ്ടാവും, ആ രാജ്യം അതിൻ്റെ നാശത്തിന് തുടക്കമാകുന്നു എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അടിസ്ഥാനമാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ് വിവേചനപരമായിട്ടുള്ള ചുമതല. അത് നിർബന്ധമല്ല, ആ രാജ്യത്ത് അത് നടപ്പിലാക്കേണ്ടത് നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ഒരു രാഷ്ട്രം എങ്ങനെ രൂപീകൃതമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത സിദ്ധാന്തങ്ങളാണ്, ഐഡിയോളജിക്കലാണ്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു രാഷ്ട്രം എന്നുള്ളതിന് ഗാർണർ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം അതേപോലെ തന്നെ രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഉള്ള രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനുള്ള കുറച്ച് സിദ്ധാന്തങ്ങളാണ് അവിടെ പറയുന്നത്. അതിലെ ഒന്നാമത്തെ സിദ്ധാന്തമാണ് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പരിണാമ സിദ്ധാന്തം, മൂന്നാമത്തേത് സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം, നാലാമത്തേത് ശക്തി സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ഏകദേശം 4ഓളം വരുന്ന സിദ്ധാന്തങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി എന്താണ് ഓരോ സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്. ദൈവദത്ത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ദൈവമാണ് രാഷ്ട്രത്തെ നിർമ്മിച്ചത് എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നാണ് അധികാരം രാജാവിന് ലഭിച്ചു, രാജാവ് ദൈവത്തോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
ഇതെങ്ങനത്തെയെന്ന് വെച്ചാൽ ദൈവദത്ത സിദ്ധാന്തം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ രാജാധികാരമുള്ള കാലഘട്ടമാണ് കേട്ടോ പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് രാജാവ് ഭരണം അല്ലെങ്കിൽ രാജഭരണമാണ് ഉള്ളത് എങ്കിൽ അവിടുത്തെ സങ്കല്പമാണ് ദൈവദത്ത സിദ്ധാന്തം. അവിടെ എന്താണ് പറയുന്നത്? ആ രാജാവ് എന്ന് പറയുന്നത് ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അപ്പോൾ ആ ഭൂമിയിലേക്ക് ദൈവമാണ് ഇവരെ നിയോഗിച്ചത് എന്നുള്ളതാണ്. ആ ദൈവമാണ് രാജാവിന് അധികാരം കൊടുത്തത്. അപ്പം അതുകൊണ്ട് എന്താണ്, രാജാവ് ആരോട് മാത്രം നന്ദി കാണിച്ചാൽ മതി? ദൈവത്തോട് മാത്രം നന്ദി കാണിച്ചാൽ മതി എന്നുള്ളതാണ്. അതാണ് ദൈവദത്ത സിദ്ധാന്തം. ദെൻ രണ്ടാമത്തെയാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. രാഷ്ട്രം എന്നത് ഒരു ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹിക പരിണാമത്തിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. ഇത് പ്രകാരം എന്താണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അതെന്താണ്, ഒരു ചരിത്രമാണ്, അതല്ലെങ്കിൽ ഒരു കഥയാണ്. രാഷ്ട്രം എന്നൊക്കെ പറയുന്ന ഒരു കഥയാണ്, നമ്മളിങ്ങനെ പറഞ്ഞു പരത്തുന്ന ഒരു കഥയാണ്. അതെന്തുണ്ടാവും, ഓരോരോ സമൂഹങ്ങൾ മാറി മാറി വരുമ്പോൾ അതിങ്ങനെ കൈമാറ്റം ചെയ്യും. ഇപ്പോൾ നമ്മളെ സ്വത്തുക്കൾ അത് നമ്മളെ സ്വത്തുക്കളല്ല. ഇപ്പം നമ്മളെ വീട്ടിലുള്ള അത് തൊടുക അല്ലെങ്കിൽ വസ്തുവകളായാലും കാറായാലും മറ്റെന്ത് സ്വത്തുക്കളായാലും നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാവില്ല, അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വന്നതാവും. അപ്പോൾ അതാണ് ഇവിടെ പരിണാമ സിദ്ധാന്തം കൊണ്ട് അർത്ഥമാക്കുന്നത്. രാഷ്ട്രം എന്നതൊരു ചരിത്ര സൃഷ്ടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനൊന്നുമില്ല. ഈ പറയപ്പെട്ട ബൗണ്ടറി, അതിര്, ഭൂപ്രദേശം അങ്ങനൊന്നുമില്ല. പൊതുവായിട്ടുള്ള ഒരു ഘടകമാണ്. അതിങ്ങനെ കുറേ ആളുകൾ വെട്ടിപ്പിടിച്ചു, പിന്നെ അതിങ്ങനെ അനന്തരാവകാശികൾക്ക് കൊടുത്തു, അങ്ങനെ കൈമാറി വന്നു. പിന്നെ കുറേ കൂട്ടം ആളുകൾ വന്നുകൊണ്ട് അത് കീഴടക്കി. അങ്ങനെയൊക്കെ ഒരു പരിണാമമായിട്ട് ഒരു ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നുള്ളതാണ് പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. ദെൻ സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം. ഇത് പ്രകാരം എന്താണ്, ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനമാണ് രാഷ്ട്രം. അതായത് കുറേ ജനങ്ങൾ ആദ്യകാലത്തിൽ എന്തുണ്ടാവും, ഇപ്പോൾ നമ്മൾ ഭൂമി പിടിച്ചടക്കുന്നുണ്ടാവും. അന്ന് കുറേ വെയിൽ അങ്ങോട്ട് കിട്ടും. അതല്ലെങ്കിൽ എന്തുണ്ടാവും, ഇവർ ആ കണ്ണ് കാണുന്നിടത്ത് ഇങ്ങനെ ചൂണ്ടി പറയാം അതൊക്കെ ഉണ്ടതാണെന്ന് പറയും. അപ്പോൾ അതേപോലെ എന്താണ്, അതൊരു മനുഷ്യന്മാർ തമ്മിലുള്ള ഒരെന്താണ് ഉടമ്പടിയാണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആണ് എന്നാണ് പറയുന്നത്. അതെന്താണ്, ചിലപ്പോൾ ആ അപ്പുറത്തെ ഏരിയയിലേക്ക് കടക്കാതിരിക്കാൻ, അധിനിവേശം നടത്താതിരിക്കാൻ, ആക്രമിക്കാതിരിക്കാനൊക്കെ വേണ്ടി കണ്ട് എന്ത് ചെയ്യാണ്, അത് അവരായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്, ഒരു ടൈപ്പാണ് എന്നാണ് പറയുന്നത്. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആവശ്യങ്ങൾ നേടുന്നതിനും ജനങ്ങൾ രാഷ്ട്രം രൂപീകരിച്ചു. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് ഒരു എന്ന് നമ്മൾ പറഞ്ഞു ഒരു ടൈപ്പാണെന്ന് പറഞ്ഞു. പിന്നെ ആ ടൈപ്പിൽ എന്തുണ്ടാവും, നിൽക്കുമ്പോൾ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആളുകൾക്ക് എന്തുണ്ടാവും, എന്ത് കാര്യങ്ങൾ പറയണമെങ്കിൽ ആ ഒരു ഏരിയത്തെ ആളോട് പറയുക, അത് കാര്യങ്ങൾ നേടിയെടുക്കുക. അങ്ങനത്തെ ഒന്നാണ് ഇവിടെ സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം കൊണ്ട് പറയുന്നത്. മറ്റൊന്നാണ് ശക്തി സിദ്ധാന്തം എന്ന് പറയുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിന് കാരണമായത് ലോകത്തുണ്ടായ യുദ്ധങ്ങളും അധിനിവേശങ്ങളും ആണ് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ കരുതുന്നത്. ശക്തർ ദുർബലരുടെ മേൽ എന്നും അധികാരം ഉറപ്പിക്കും. ആ ലാസ്റ്റ് വിഭാഗം പറയുന്ന മുകളിൽ പറഞ്ഞതൊന്നും അല്ല, എന്താണ്, ശക്തിയാണ്. ആർക്കാണ് പവർ, ആ പവറുള്ളവൻ എന്ത് ചെയ്യും, മറ്റുള്ളവനെ കീഴടക്കും. അത് ചിലപ്പോൾ വ്യക്തികളാവാം, അതല്ലെങ്കിൽ സ്ഥലമാവാം, അല്ലെങ്കിൽ സ്വത്തുക്കൾ എന്തോ ആവാം. അതാണ് ശക്തി സിദ്ധാന്തം എന്നാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്. ഇനി അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനം, ഈ പാഠത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായിട്ടൊരു വേർഡാണ് അവിടെ പറയുന്നത്, പൗരൻ. ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു വ്യക്തിയുടെ ഒരു കോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ ഇത് എക്സാമിന് ഈ ഒരു നിർവചനമൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കിയതാണ് നിയമനിർമ്മാണം എന്താണ്, കാര്യനിർവഹണം എന്താണ്, നീതിന്യായം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്, ഒരു രാജ്യത്തിനകത്ത് അതല്ലെങ്കിൽ ഭൂപ്രദേശത്തിനകത്ത് അവിടുത്തെ പൗരന് എന്ത് അവകാശമാണ്, അവിടുത്തെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണ വിഭാഗത്തിലും പങ്കെടുക്കാനുള്ള അധികാരം ഒരാൾക്ക് കിട്ടുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ എന്തുണ്ട്, ആ രാജ്യത്തിനകത്തെ പൗരൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കാം, നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവിലൊന്ന് നോക്കാം. ഇപ്പം ഞാൻ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പൗരനാണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പൗരനാണെങ്കിൽ അരിസ്റ്റോട്ടിൽ എന്ത് വേണമെന്ന് പറഞ്ഞു, ആ വ്യക്തി അവിടുത്തെ നിയമനിർമ്മാണത്തിലും പങ്കാളിയാവണം, നീതി നിർവഹണത്തിലും പങ്കാളിയാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലാവണുണ്ടോ നോക്കിയാൽ മതി. ഒന്ന് നിയമനിർമ്മാണമാണ്. ആ നിയമനിർമ്മാണം എന്ന ആരാണ് നമ്മൾ പറഞ്ഞു, പാർലമെൻറ്റാണ്, ലോകസഭയാണ്, രാജ്യസഭയാണ്, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള നിയമസഭകളാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് വരുന്നുണ്ടോ, ഉണ്ട്. വോട്ടവകാശത്തിലൂടെ നമ്മൾ എന്തുണ്ട്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിയമനിർമ്മാണം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് വോട്ടവകാശത്തിലൂടെ ഓരോ പൗരനുമാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുമാണ് ഇവിടെ ഇന്ത്യയിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പങ്കാളിയാവുന്നുണ്ട്. ദെൻ നീതി നിർവഹണം.
ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടേക്ക് ചിലപ്പോൾ പോലീസ് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിനിടയിൽ തന്നെ നമ്മളിലുള്ള ആളുകൾ എന്ത് ചെയ്യും, അതിലിടപെട്ടുകൊണ്ട് അതിന് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അതിനൊരു പ്രോബ്ലം ക്രിയേറ്റ് ആവാതെ ഒരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട് അല്ലേ. ഒരു നീതി നിർവഹണം, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ മുന്നിലൂടെ എന്തെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, അവരതിന് വിലക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു നന്മ മേഖല അല്ലെങ്കിൽ ഒരു സന്മാർഗത്തിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പം എന്തുണ്ട്, ആ ഒരു വ്യക്തി അവിടുത്തെ നിയമനിർമ്മാണ മേഖലയിലും നീതി നിർവഹണ മേഖലയിലും പങ്കാളിത്തം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്താണ്, ഈ രാജ്യത്തിനകത്തെ അതല്ലെങ്കിൽ ഇന്ത്യക്കകത്തെ പൗരന്മാരാണ് എന്ന് പറയാം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇനി പൗരൻ എന്ന് പറയുമ്പോൾ അവിടെ പൗരത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ പൗരത്വം എന്ന് പറയുന്നത് ഇവിടെ 2 വിഭാഗമായിട്ടാണ് പറയുന്നത്. ഒന്ന് സ്വാഭാവിക പൗരത്വം എന്നും രണ്ടാമത്തേത് ആർജിത പൗരത്വം എന്ന് പറയുന്ന 2 വിഭാഗമാണ് പറയുന്നത്. അതിൽ സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ രാജ്യത്തിനകത്ത് പിറവി എടുക്കുന്നതിലൂടെ തന്നെ എന്താണ് സിമ്പിളായിട്ട് ലഭിക്കുന്നതാണ്. ജനനത്തിലൂടെ ലഭിക്കുന്നതിനെയാണ് സ്വാഭാവിക പൗരത്വം. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ആ രാജ്യത്ത് ജനിച്ചാൽ മാത്രം മതി. അപ്പം എന്ത് ചെയ്യും, ആ രാജ്യത്തിനകത്തെ പൗരത്വം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ദെൻ പിന്നെ ഒന്നാണ് ആർജിത പൗരത്വം എന്ന് പറയുന്നത് നിയമപരമായ നടപടികളിലൂടെ നേടുന്നതാണ്. ചിലപ്പോൾ എന്തുണ്ടാവില്ല, നമ്മളവിടെ ജനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തുണ്ടാവും, ചില ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പൗരത്വം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗൾഫിലോ അതല്ലെങ്കിൽ ബ്രിട്ടനിലോ അമേരിക്കയിലോ ഇത്ര കൊല്ലം താമസിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗോൾഡൻ വിസ കിട്ടുക, അവിടുത്തെ പൗരത്വം കിട്ടുക, സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരാൾക്ക് ചിലപ്പോൾ എന്തുണ്ട് 2 പാസ്പോർട്ട് അല്ലെങ്കിൽ 2 രാജ്യത്തെ പാസ്പോർട്ടൊക്കെ കൈവശം ഉണ്ടെന്നൊക്കെ പറഞ്ഞത്, അതാണ് അവിടെ ആർജിത പൗരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ പറയുന്നുണ്ട്, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അപ്പോൾ അത് മറക്കരുത്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്, അരിസ്റ്റോട്ടിലാണ്. ദെൻ അരിസ്റ്റോട്ടിലിൻ്റെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബുക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രത്തെക്കുറിച്ച് എഴുതിയ ബുക്കാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, ദെൻ അതിൻ്റെ അവസാന ഭാഗമായിട്ട് പറയുന്നുണ്ട് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗാർണറിൻ്റെ അഭിപ്രായം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ലാസ്റ്റും ഇവിടെ പറയുന്നുണ്ട് രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രത്തിൽ തുടങ്ങി രാഷ്ട്രത്തിൽ തന്നെ അവസാനിക്കുന്നു. അതെന്താണ്, അതിൻ്റെ എല്ലാ മാറ്ററുകളും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാവണം. മാത്രമല്ല അതിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ എന്താണ്, രാഷ്ട്രത്തിന് വേണ്ടിയാണ്. നമ്മളൊരു നിയമം നിർമ്മിക്കുമ്പോൾ അത് നല്ല രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മളൊരു കാര്യത്തിന് തുടങ്ങുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ്, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡ് പോയിന്റും എന്താണ്, രാജ്യത്തിൽ തന്നെ ഊന്നി നിൽക്കുന്നു എന്നുള്ളതാണ്. ദെൻ ആ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പ്രത്യേക പഠന മേഖലകൾ അവിടെ പറയുന്നുണ്ട്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ പഠിക്കുന്നുണ്ട്, അന്തർദേശീയ രാഷ്ട്രീയം പഠിക്കുന്നുണ്ട്, താരതമ്യ രാഷ്ട്രീയം പഠിക്കുന്നുണ്ട്, ഒരു രാജ്യത്തിനകത്തെ പൊതുഭരണം എങ്ങനെ ആവണം എന്നുള്ളതും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ അതിൻ്റെ ഒരു സബ് ബ്രാഞ്ചസ് ആയിട്ട് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 9ാമത്തെ അധ്യായം, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന് പറയുന്നിടത്ത്. അപ്പോൾ ഒന്നുകൂടി അതിനൊന്ന് റീവൈൻഡ് ചെയ്യുകയാണ് ചുരുക്കിയിട്ട്. അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഗാർണറിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രം എന്താണ് എന്ന് പറഞ്ഞു. ഇതിന് പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ, രാഷ്ട്രമായിരിക്കേണ്ട 4 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 4 ഘടകങ്ങളായിട്ടുള്ള ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ 4ാമത്തെ പരമാധികാരം തന്നെ പ്രധാനമായിട്ട് 2 ഉണ്ട്, ആഭ്യന്തര തലം എന്നും ബാഹ്യതലം എന്നും പറഞ്ഞു. ഇതിനൊന്നുമല്ല, ഒരു രാജ്യമായിരിക്കുമ്പോൾ ആ രാജ്യം എന്തുണ്ട്, ചില ചുമതലകൾ നിർവഹിക്കണം. അതെന്തുണ്ട്, ചില ചുമതലകൾ നിർബന്ധമായിട്ട് വരും, ചിലതെന്തുണ്ടാവും ആ രാജ്യത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിവേചനപരമായിട്ടുള്ള അധികാരത്തിലും വരും. അപ്പോൾ അതിൽ ആ രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത് നിർബന്ധിതവും വിവേചനപരമായ അധികാരങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ്. പ്രധാനമായിട്ടും ദൈവദത്ത സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം എന്നറിയപ്പെടുന്ന 4 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അവസാന ഭാഗത്തായിട്ട് നമ്മൾ പൗരൻ എന്താണ് എന്ന് പറഞ്ഞു. പൗരത്വം എത്ര എണ്ണാണ് അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലാണ് സ്വാഭാവികവും ആർജിത പൗരത്വം എന്നുള്ള 2 ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ആരെയാണ് അറിയപ്പെടുന്നത്, അരിസ്റ്റോട്ടിലാണ് എന്നും അരിസ്റ്റോട്ടിൽ രാഷ്ട്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട ബുക്കാണ് പൊളിറ്റിക്സ് എന്നും നമ്മൾ പറഞ്ഞു. മാത്രമല്ല ഈ രാഷ്ട്രതന്ത്ര സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്, ഓരോടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന് വെവ്വേറെ ബ്രാഞ്ചസ് ഉണ്ട്. അത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുണ്ട്, അന്തർദേശീയ രാഷ്ട്രീയമുണ്ട്, താരതമ്യ രാഷ്ട്രീയമുണ്ട്, പൊതുഭരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ്, ഒരു ചെറിയ അധ്യായമാണ്, എന്നാൽ കൂടി അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ഇല്ല എങ്കിൽ കൂടി എന്നാണ് എക്സാമിന് ചോദിച്ച് കാണാറുള്ള ചില ഭാഗങ്ങൾ കൂടി ഇതിലുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ.